പൊതുവെ രാജേന്ദ്രൻ എങ്ങനെയുള്ള ആളായിരുന്നു? റെഫറൻസ് വെച്ച ഒരു ക്രൈം ത്രില്ലർ എടുത്തിരിക്കുകയാണ്. പാടം കലക്കിയത് നല്ല പടം, അത്രേ പറയാൻ പറ്റും. നല്ല അഭിനയം, നല്ല ആസിഫ് അലിയും മുട്ടൻകുട്ടിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാനാ സാറെ കുഴിച്ചിട്ടേക്കണേ, അവിടെ മാത്രമല്ല വേറെ പല സ്ഥലത്തും കുഴിച്ചിട്ടുണ്ട്. അത് ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ കയ്യിൽ നിന്ന് പോയെന്നാണ് വിചാരിച്ചത്. സെക്കൻഡ് ഹാഫിലേക്ക് കയറിയപ്പോൾ പടം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കെ AI സാങ്കേതിക വിദ്യയിൽ കാണിക്കുന്നുണ്ട്. നോർമൽ സ്റ്റോറിയാണ്, നല്ല മേക്കിംഗ് കൊണ്ട് അടിപൊളിയാണ്. നമ്മൾ ഓവർ എക്സ്പെക്ട് ചെയ്യണ്ട. തകർത്ത് മമ്മൂട്ടിയുടെ ഇതുകളുടെ ഞാൻ സ്പോയിലെന്ന് പറയുന്നില്ല. ഇത് മലയാളം സിനിമയുടെ ഏറ്റവും മികച്ച പടമാണ്. നല്ല പടമാണ്, സ്റ്റോറി നല്ല നല്ല രസമുള്ള പടം. ആദ്യം പറയുന്ന സമയത്ത് അവൻ എന്തോ ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ട്. അതേ പിടിച്ചാണ് അവൻ കയറിയത്. റെഫർ ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു പാടമാണ്. ഇത്ര നല്ല പഠിച്ചാണ് പടം ചെയ്തിരിക്കുന്നത്. കിടിലം പടം കേട്ടോ. ക്രൈം ത്രില്ലർ, ക്രൈം മിസ്റ്ററി ത്രില്ലർ, അടിപൊളി. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നല്ല രീതിയിൽ ജോഫിൻ അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. മലക്കപ്പുറം സ്റ്റേഷൻ മനോജ് ചേനജിയിലുണ്ട്. ആസിഫിലെ സൂപ്പർ നടനായി മാർക്കൊണ്ടിരിക്കും. സൂപ്പർ താരമല്ല, എല്ലാവരും സൂപ്പർ നടനായി മാർക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രിപ്റ്റ് ഒരു ബ്രില്യൻറ്റ് സ്ക്രിപ്റ്റാണ്. ഭയങ്കര ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഇതിനകത്താണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരുന്നത്. ചില പോലീസ് ഓഫീസേഴ്സ് ആർ thoroughly prejudiced. നല്ല പടമായിരുന്നു. ത്രില്ലിംഗ് ആണ് പടം, അടിപൊളി ത്രില്ലിംഗ് ആണ്. പിന്നെ ഒരുപാട് തുടക്കത്തിൽ ഇങ്ങനെ കുറച്ച് ഇതിലും അവസാനം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്കിട്ട് പണിത് ആരെയും ഞാൻ മറക്കത്തില്ല. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾക്കും അവസരം കൊടുത്ത് നല്ല ഒരു സിനിമയാണ്. നല്ല രീതിയിൽ ഓടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അയാൾ പറഞ്ഞതിൽ പകുതി സത്യമാണെന്ന് ആ സ്കെൽട്ടൻ കിട്ടിയപ്പോൾ മനസ്സിലായില്ലേ. ബാക്കി പകുതി കൊണ്ട് സത്യമാണോ നമുക്ക് നോക്കാം.